ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് ടേസ്റ്റി കിച്ചൻ്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് ഒരു കായ്പോളയാണ്. വളരെ ഡിഫറെൻ്റ് ആയിട്ടാട്ടോ ഞാൻ ഇത് ചെയ്യുന്നത്. ഞാൻ സാധാരണയിൽ നിന്നും ഈ ഒരു രീതിയിൽ ചെയ്തപ്പോഴാണ് കൂടുതൽ നല്ല ടേസ്റ്റി ആയിട്ട് വന്നത്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം എങ്ങനെയാണ് ഈ ഒരു കായ്പോള റെഡിയാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 2 ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഒരുപാടങ്ങ് പച്ചയായിട്ടുള്ളത് എടുക്കരുത്, കുറച്ച് മധുരമുള്ള നല്ല ഏത്തപ്പഴം എടുക്കുക കേട്ടോ. ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു 6 പീസായിട്ട് ഒന്നുകൂടി ഒന്ന് കട്ട് ചെയ്യണം. ഇത് ഞാൻ ഇനി ഒന്നുകൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഏത്തപ്പഴം എല്ലാം ഒന്ന് ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഞാൻ അടുപ്പിലോട്ട് ഒരു ചെറിയൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യിൽ ഇത് ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ട് കിട്ടുക. ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കായ്പോളയുടെ. പക്ഷേ വെളിച്ചെണ്ണ വെച്ചിട്ട് ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് അത്ര ഒരു ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടില്ല. നെയ്യ് വെച്ചിട്ട് ചെയ്തപ്പോഴാണ് കൂടുതൽ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ റൈസിൻസും അതുപോലെ കാഷ്യൂനട്ടും കുറേശ്ശെ ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ശരിക്കും ഈ ഒരു കാഷ്യൂനട്ടൊക്കെ നല്ല റോസ്റ്റ് ആയിട്ട് വരണം, എന്നാൽ മാത്രമേ നല്ലൊരു ടേസ്റ്റി ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ചുകൂടി നെയ്യ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഈ നെയ്യിൽ തന്നെ ഈ ഒരു ഏത്തപ്പഴം നിങ്ങൾ റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. നെയ്യിൽ റോസ്റ്റ് ചെയ്യുമ്പോഴാണ് ഈ ഒരു കായ്പോളയുടെ നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുക. നല്ല ഡിഫറെൻ്റ് ആയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. നമ്മൾ ഇതിൻ്റെ മിക്സ് റെഡിയാക്കുമ്പോഴും ഞാൻ അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടാട്ടോ ഇത് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറം ആകുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അതേ നമ്മുടെ ഏത്തപ്പഴം നല്ലൊരു ഗോൾഡൻ നിറത്തിലോട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അത് അങ്ങനെ തന്നെ അവിടെ ഇരിക്കട്ടെ. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കുക. ജാറിലൊട്ടും നനവൊന്നും കാണരുത്, വെള്ളത്തിൻ്റെ അംശം ഒന്നും തന്നെ കാണരുത് കേട്ടോ. അതിലേക്ക് ഞാൻ 4 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർക്കുക കേട്ടോ. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി പാൽപ്പൊടി ഇല്ലെങ്കിൽ നമുക്കത് അവോയ്ഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 3-4 ഏലക്ക കൂടി ഞാൻ ചേർത്തു. ഇനി ഞാൻ ഇതിൽ ചേർക്കാൻ പോകുന്നത് മൈദയാണ്. ഒരു വലിയൊരു ടേബിൾ സ്പൂൺ മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. മൈദ ഇല്ലാതെ ഞാൻ ചെയ്ത് നോക്കിയിരുന്നു. അത് അത്ര ഒരു എനിക്ക് നല്ല ടേസ്റ്റി തന്നെയാണ്. പക്ഷെ മൈദ ഇട്ട് ചെയ്തപ്പോഴാണ് എനിക്ക് കൂടുതൽ നല്ല ടേസ്റ്റി ആയിട്ട് തോന്നിയത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് തരണമെന്ന് ഞാൻ കരുതി. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഞാൻ പറഞ്ഞില്ലേ, ജാറിലൊട്ടും വെള്ളം കാണരുത്. അങ്ങനെയാണെങ്കിൽ നല്ല പോലെ ബേക്കായിട്ട് വരത്തുള്ളൂ. അപ്പം ഞാൻ ഈ ഒരു മിക്സ് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. എല്ലാം കൂടെ നല്ലപോലെ മിക്സ് റെഡി ആയിട്ട് നമുക്കിതുപോലെ ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ മിക്സിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബനാന ആ ഒരു നെയ്യോടുകൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. കുറച്ച് ഏത്തപ്പഴം വേണമെങ്കിൽ ഇതിൽ നമുക്കിത് ഇങ്ങനെ പ്രസ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അതേ എല്ലാം കൂടെ നല്ലപോലെ യോജിപ്പിച്ചു. ഇനി ഞാൻ ഈ ഒരു പാനിലാണ് ഇത് ചെയ്യാൻ പോകുന്നത്. ഈ പാനിലേക്ക് ഞാൻ ഒരല്പം നെയ്യാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നെയ്യ് എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് കായ്പോള പെട്ടെന്ന് ഇതിൽ നിന്നും വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മുടെ മിക്സ് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഏത്തപ്പഴമൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് വെക്കുക കേട്ടോ. എല്ലായിടത്തും ഒരേ വിധത്തിൽ എത്തക്ക വിധം ലെവൽ ചെയ്തിട്ട് വെക്കുക. ചിലർക്കെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടാവും, ഇത് ചെയ്ത് നോക്കാത്ത ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും, ഇത് ടേസ്റ്റി ആണോ, മുട്ട മാത്രമല്ലേ ഉള്ളൂ, 1 ടേബിൾ സ്പൂൺ മൈദയല്ലേ ഉള്ളൂ എന്നൊക്കെ. പക്ഷേ സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക കേട്ടോ. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ റൈസിൻസും കാഷ്യൂനട്ടും ഒക്കെ ഇതിൻ്റെ ടോപ്പിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തോളൂ കേട്ടോ. ഇതിൻ്റെ നമ്മൾ കഴിക്കുമ്പോൾ അതങ്ങ് കടിക്കാൻ കിട്ടുമ്പം നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അതേ എല്ലാം കൂടെ മിക്സാക്കി ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുത്താൽ മതിയാവും. ഞാനൊരു ചെറിയൊരു പാൻ ആദ്യം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഈ ഒരു പാൻ വെച്ച് കൊടുത്തിരിക്കുന്നത്. പെട്ടെന്ന് കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയാണ്, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 30 മിനിറ്റോളം ഒന്ന് ബേക്ക് ചെയ്യണം. ലോ ഫ്ലെയിമിൽ തന്നെ ബേക്ക് ചെയ്യണം കേട്ടോ. ആദ്യം നിങ്ങൾ ഇത് വെക്കുന്ന സമയത്ത് ഒരു 1-2 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടോളൂ. എന്നിട്ട് നല്ല ചൂടായിട്ട് വരുമ്പോൾ തീ കുറച്ചിട്ടിട്ട് ഒരു 30 മിനിറ്റോളം ഒന്ന് ബേക്ക് ചെയ്യണം. അപ്പോൾ ഇതിപ്പോൾ ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് നല്ലപോലെ ബേക്ക് ആയിട്ടുണ്ട്. 30 മിനിറ്റ് ആകുമ്പോൾ തന്നെ നിങ്ങൾ ഒന്ന് തുറന്ന് നോക്കുക കേട്ടോ. ബേക്കായി കാണും. തുറന്നിട്ടൊന്ന് നോക്കുക.
അപ്പോൾ ഇതെന്തായാലും കംപ്ലീറ്റ് ചൂടാറിയതിന് ശേഷമാണ് ഞാൻ നിങ്ങളിപ്പോൾ കാണിക്കുന്നത്. എന്നിട്ട് ഇത് എന്തെങ്കിലും വെച്ചിട്ട് ഈ സൈഡൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുക. എന്നിട്ട് വേണം ഇത് പുറത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കായ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അതിന് വേണ്ടിയിട്ട് ആ താഴെ കാണുന്ന ആ ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്താൽ മതി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടി ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അത് മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയതായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കതൊരു നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് അപ്പം തന്നെ ആ വീഡിയോ കാണാൻ വേണ്ടിയിട്ടും പറ്റും. എന്തായാലും നമുക്ക് പുതിയൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ.